ഞാനിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നും നോക്കണ്ട. വിത്ത് യുവർ പെർമിഷൻ പ്രൊസീഡ്. Excuse me. മതി. ഓവർ ഹെഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. റീഅപ്പോസിഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് റീഅപ്പോസിഷൻ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അത് ചെയ്യാൻ രണ്ട് മെത്തേഡുകളാണുള്ളത്. ഒന്ന് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, വിച്ച് മീൻസ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ആർക്ക് മാത്രം കൊടുക്കാം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രം കൊടുക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? ബോത്ത് പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. അഥവാ സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ആർക്കോ കൊടുക്കും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും അതർ സർവീസ് ഡിപ്പാർട്ട്മെന്റും കൊടുക്കും. ഒപ്പം തന്നെ അങ്ങനെ കൊടുക്കുമ്പോൾ അത് കൊടുത്ത് പിന്നെ മേടിച്ച് വീണ്ടും കൊടുത്ത് മേടിച്ച് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനെന്താ പറയാ? റെസിപ്രോക്കൽ, അല്ലെങ്കിൽ എന്ത് പറയും? നോൺ റെസിപ്രോക്കൽ എന്നൊക്കെ പറയും. ഓർക്കുന്നുണ്ടാ? ഓർക്കുന്നില്ലെങ്കിൽ കുഴപ്പമുള്ളതല്ല, വെറുതെ പറഞ്ഞതാണ്. ഓവർ ഹെഡിലേക്ക് പോകാം. ഇവിടെ ഓവർ ഹെഡ് രണ്ട് ഏതുണ്ട്? 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആട്ടാ. ഏതൊക്കെയാണ്? ABC. 2 സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഏതാ? XY. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓവർ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ കിട്ടിയതാ? അലോക്കേഷനും പ്ലസ് ഏതാണ്? അപ്പോർഷൻമെന്റും കഴിഞ്ഞതാണ്. അതിനെ രണ്ടിനെയും നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഏതാണ്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ എക്സിൻ്റെയും വൈയുടെയും ഓവർ ഹെഡുകൾ ഏതിലേക്ക് ചാർത്തണം? എക്കും ബിക്കും സിക്കും മാത്രമാണോ പോകുന്നത്? അല്ല. എക്സിന്റെ ആർക്കൊക്കെ പോകുന്നുണ്ട്? എക്കുണ്ട്, ബിക്കുണ്ട്, സിക്കുണ്ട്, വൈക്കുണ്ട്. വൈയുടെ ആർക്കൊക്കെ ഉണ്ട്? എക്കുണ്ട്, ബിക്കുണ്ട്, സിക്കുണ്ട്, പിന്നെ ആർക്കുണ്ട്? എക്സ് ഉണ്ട്. അതാണ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എക്സ് ആർക്ക് കൊടുക്കുന്നു? വൈക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ വൈ വീണ്ടും ആർക്ക് കൊടുക്കുന്നത്? എക്സ്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിന് എന്ത് പറയും? റെസിപ്രോക്കൽ എന്ന് പറയും. എന്ത് പറയും? റെസിപ്രോക്കൽ. ശ്രദ്ധിക്കൂ. പിന്നെ വർക്കിംഗ് ഹവേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 12,452. പിന്നെ ബിയുടെ സിയുടെ ഒക്കെ തന്നിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടോ? റേറ്റ് കാണാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ. കണ്ടില്ലേ? യെസ്. കാൽക്കുലേറ്റ് ഓവർ ഹെഡ് റേറ്റ് പെർ ഹവർ ഓഫ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓവർ ഹെഡ് റേറ്റ് ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇത്രേ ഉള്ളൂ. ഈ എക്സിൻ്റെയും വൈൻ്റെ എമൗണ്ട് എക്കും ബിക്കും സിക്കും വീതിച്ചിട്ട് ആ എമൗണ്ടിനെ ഈ ഹവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അബ്സോർപ്ഷൻ റേറ്റ് കാണാൻ പല ബേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പറയണം? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ട്രെയിൻ കോസ്റ്റ്, യൂണിറ്റ്, മെഷീൻ ഹവർ, ലേബർ ഹവർ. അതിലെ ഓക്കെ അല്ലേ? അറിഞ്ഞില്ലേ? അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ ഏത് ബേസ് ഇവിടെ പറ്റുകയെന്ന് മനസ്സിലായി? ഇവിടെ വർക്കിംഗ് ഹവർ വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. അപ്പോൾ അതൊക്കെ സിമ്പിളാണ്. അപ്പോൾ അടുത്ത ആദ്യം കാണുന്നത് കാൽക്കുലേറ്റ് ടോട്ടൽ ഓവർ ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കാണണം. ഏത് ബേസിലാണ്? സൈമൾട്ടേനിയസ് ഇക്വേഷൻ. പൊളി. അപ്പോൾ അതാ ഹെഡിങ്. എന്താ? സ്റ്റേറ്റ്മെന്റ് ഷോവിങ് സെക്കൻഡറി അല്ലെങ്കിൽ റീഅപ്പോർഷൻമെന്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടർ വേണമെങ്കിൽ എന്ത് എഴുതി വെക്കാം? സൈമൾട്ടേനിയസ് ഇക്വേഷൻ അപ്രോച്ച് എന്ന് എഴുതി വെക്കാം. എന്നിട്ട് ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ക്വസ്റ്റ്യനിൽ തന്നത് എടുത്തിട്ട് അങ്ങ് എഴുതി എക്കും ബിക്കും സിക്കും ഇതേ എടുക്കുന്നത്. അടുത്തേതാ? റീഅപ്പോർഷൻമെന്റ് അണ്ടർ ഏതാണ്? സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. അപ്പോൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡിൽ റീഅപ്പോർഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സൈമൾട്ടേനിയസ് ഇക്വേഷൻ സെറ്റ് ചെയ്യണം. എങ്ങനെയാണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ സെറ്റ് ചെയ്യുക? നമ്മൾ എക്സ് എന്തായിട്ട് പറയാം? ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് എക്സ് എന്ന് പറയാം അല്ലേ? അതേപോലെ വൈ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് വൈ. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് എക്സും വൈയും വന്നതുകൊണ്ടാണ് അങ്ങനെ. ക്ലിയർ അല്ലേ? സാധാരണ എക്സും വൈ ഉള്ളത് എയും ബിയും ഒക്കെയാണ് തരേണ്ടത്. അപ്പോഴാണ് അത് ശരിയാവുള്ളൂ. ക്വസ്റ്റ്യൻ തെറ്റാണ്. ഓക്കെ അല്ലേ? അങ്ങനെയൊന്നുമില്ല. മനസ്സിലായി? ഇപ്പൊ എക്സും വൈയും മാറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എയും ബിയും എടുക്കാം. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ ടോട്ടൽ ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ഓഫ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് എക്സ് അല്ലേ? അപ്പൊ ഇതാണോ ആ സാധനം? അല്ല. എക്സിന്റെ ടോട്ടൽ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? എക്സിന്റെ എമൗണ്ട് ഉണ്ടാവും, പിന്നെ വൈന്ന് കിട്ടുന്ന എമൗണ്ട് ഉണ്ടാവും അല്ലേ? ശ്രദ്ധിക്കുന്നില്ലേ? വൈയുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 15,750 അവരുടെ സ്വന്തം എമൗണ്ട് കൂടാതെ എക്സിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. ഓക്കെ.
അപ്പോൾ നമുക്കിത് ചെയ്യാം. പറയാം. എക്സിന്റെ ടോട്ടൽ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയും? 46,250 പ്ലസ് ഏതാണ് 10% ഓഫ് വൈ. എക്സിന് ശ്രദ്ധിക്കണ്ട, എക്സിന് എത്രയാണ് വൈയിൽ നിന്ന് കിട്ടുന്നത്? ഓക്കെ അല്ലേ? എക്സ് വൈ കൊടുക്കുന്നതല്ല പറയുന്നത്. ഓക്കെ അല്ലേ? എക്സിന് വൈ കൊടുക്കുന്ന, മനസ്സിലായ? 20 അല്ല, രണ്ടും 10 ആണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഈ 10 ആണ്, അപ്പോൾ ആ 10 മനസ്സിലായി നിങ്ങൾക്ക്? അതോ ഇവിടെ എക്സിന്റെ എമൗണ്ട് 46,250 കൂടാതെ വൈയിൽ നിന്നും എക്സിന് എത്ര കിട്ടുന്നത്? വൈ എത്ര കൊടുക്കുന്ന എക്സിന്? 10. എക്സ് എത്ര വൈ കൊടുക്കുന്നത്? 10. രണ്ടും 10 ആണ്. അപ്പൊ 10% ഓഫ് ഏതെടുക്കണം? വൈ എടുക്കണം. ക്ലിയർ? അതേപോലെ y ഈസ് ഈക്വൽ ടു അങ്ങനെ തന്നെ 15,750 പിന്നെ 10% ഓഫ് ഏതാണ്? എക്സ്. നമുക്ക് തോന്നുകൂടെ എഴുതി കഴിഞ്ഞാൽ x ഈസ് ഈക്വൽ ടു 46,250 y പിന്നെ 0.10x. നമ്മൾ എന്ത് ചെയ്യും? ഇത് ചെയ്താൽ മതി. വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. ഈ ഇക്വേഷൻ എടുത്ത് എഴുതാണ് x ഈസ് ഈക്വൽ ടു 46,250 പ്ലസ് പോയിന്റ് പറയും 10 y എന്ന് പറഞ്ഞാൽ അതല്ലേ അല്ലേ? അപ്പോൾ അത് 0.10 വൈയുടെ സ്ഥാനത്ത് ആരുടെ പ്രതിഷ്ഠിക്കാം? ഇത്രയും സാധനം എടുത്ത് എഴുതാം. ഇൻറ്റു അപ്പോൾ എത്രയാണ്? 15,750 പ്ലസ് 0.10x. ഇനി ഇതെങ്ങനെ ചെയ്യാം? 0.10 ഇൻറ്റു 15,750 അപ്പോൾ എത്ര വരും? 1575. 0.10 ഇൻറ്റു 0.10 എത്ര വരും? 0.01x. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്താൽ അപ്പോൾ 47,825. എക്സ് ഉണ്ട് ഇവിടെ, ഒരു എക്സ് ആണ്. ഒരു എക്സിന് ഒരു മൈനസ് ഏതാണ്? 0.01x. അപ്പോൾ എത്ര വരും? 0.99x. ദെൻ എക്സ് ഇൻറ്റു അല്ലേ? അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0.99 ഇൻറ്റുള്ളത് അപ്പുറത്ത് വന്ന് ഡിവൈഡ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് ആരുടെ കിട്ടി? എക്സ് തന്നെ കിട്ടി. ദെൻ വൈ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. 15,750 പ്ലസ് 0.10 ഏതാണ്? എക്സിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്ര വരും? 48,103. അങ്ങനെ 20,580 കിട്ടും. നത്തിങ് ഗ്രേറ്റ്. ഈ രണ്ട് എമൗണ്ടാണ് നമുക്ക് ഇനി വേണ്ടത്. ഓക്കെ അല്ലേ? പോട്ടെ, മുന്നോട്ട് പോട്ടെ. ഓക്കെ. അപ്പോൾ ഈ 48,308 ആർക്കൊക്കെ കൊടുക്കണം? എക്കും ബിക്കും സിക്കും. ശ്രദ്ധിക്കണം, ഈ 48,308 ആരുടെ പോർഷനുണ്ട്? വൈയുടെ പോർഷനുണ്ട്. അപ്പോൾ ഏത് റേഷ്യോയിൽ വീതിക്കുക നമ്മൾ തെറ്റ് പറയാൻ സാധ്യതയുള്ളതെന്ന് ഞാൻ അപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്. 2:3:4 വീതിച്ചാൽ പറ്റില്ല, കാരണം 10% ഇതുണ്ട്. അപ്പോൾ എന്തെടുത്താൽ മതി? 20, 30, 40 എന്ന പെർസെൻറ്റേജിലേക്ക് മാറ്റിയാൽ മതി. ഒരിക്കലും ഇതിനെ ഏതെടുക്കരുത്? 2:3:4 എടുക്കരുത്. കാരണം ഈ എമൗണ്ട് ഒക്കെ ടോട്ടൽ ചെയ്താൽ ഏത് കിട്ടാൻ പാടില്ല? ഇത് കിട്ടാൻ പാടില്ല. കാരണം എക്കും ബിക്കും സിക്കുള്ള എമൗണ്ട് ഉണ്ട്, പിന്നെ ആരുടെ എമൗണ്ട് ഉണ്ട്? ഇതിൽ വൈയുടെ എമൗണ്ടും കൂടെ കൂടുന്നതാണ് ഈ എമൗണ്ട്. ശ്രദ്ധിക്കണം. അതേപോലെ വൈയുടെ എമൗണ്ട് ടോട്ടലും ആ റേഷ്യോയിൽ എന്ത് ചെയ്താൽ വിധിച്ചാൽ മതി. റേഷ്യോ പെർസെൻറ്റേജ് എടുത്താൽ മതി. ടോട്ടൽ ഓവർഹെഡ് കിട്ടി. ഓക്കെ അല്ലേ? ഇനി അടുത്ത് വളരെ സിമ്പിളാണ്. എന്താ പറയുന്നത്? ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ്. എന്താ ഇക്വേഷൻ? ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ഹവേഴ്സ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെ ഓക്കെ അല്ലേ? 25 എന്ന് പറഞ്ഞാൽ എന്താ? ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് 25.69 പെർ ഏതാണ്? ഹവർ. പെർ ഹവർ. ഓക്കെ അല്ലേ? ഇതാണ് ഇത് അബ്സോർപ്ഷൻ റേറ്റ്. സിമ്പിൾ. അടുത്ത് കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്. ഓർമ്മ ഉണ്ടാവും അല്ലേ? ഓക്കെ, ജസ്റ്റ് ആ പിക്ചറൊക്കെ എടുത്തിട്ടുന്നുള്ളൂ. നമുക്കതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. നോൺ ഇൻ്റഗ്രേറ്റഡ് ആണ് അത്രേ. ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിനാൻഷ്യലും കോസ്റ്റിംഗ് കൂടെ ഒരുമിച്ച് ചെയ്യണം. ഓക്കെ അല്ലേ? അവിടെ ഏത് അക്കൗണ്ടില്ല? ഒരു സ്പെഷ്യൽ അക്കൗണ്ടിൻ്റെ സാന്നിധ്യമില്ല. ഏതാ? കോസ്റ്റ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്. നോൺ ഇൻ്റഗ്രേറ്റഡ് ആരുണ്ടാവും? കോസ്റ്റ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ഓർമ്മ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എന്തുണ്ട്? ടെക്സ്റ്റിൽ പ്രീവിയസ് ഇയറിലുണ്ട്. ഓക്കെ അല്ലേ? ജേണൽ എൻട്രി പറയാനാ പറഞ്ഞത്. എവിടുത്തെയാണ്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇഷ്യൂ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും. ഡയറക്റ്റ് മെറ്റീരിയൽ എങ്ങടാ? ഡയറക്റ്റ് മെറ്റീരിയൽ എങ്ങടാ? വർക്കിംഗ് പ്രോഗ്രസ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പറഞ്ഞാൽ ഏതാണ്? ഓവർ ഹെഡ്. അപ്പോൾ എൻട്രി എന്താ വരിക? വർക്കിംഗ് പ്രോഗ്രസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ഡെപ്റ്റർ. പിന്നെ ഫാക്ടറി ഓവർ ഹെഡ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു മെറ്റീരിയൽ, അല്ലെങ്കിൽ ഏതാണ്? സ്റ്റോഴ്സ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്. കുഴപ്പമില്ല. എമൗണ്ട് 5 ലക്ഷം, 2 ലക്ഷം, 7 ലക്ഷം. പിന്നെ അടുത്തതാ അലോക്കേഷൻ ഓഫ് വേജസ് ആൻഡ് സാലറി. ഡയറക്റ്റ് എങ്ങോട്ടാ? വർക്കിംഗ് പ്രോഗ്രസ്. ഇൻഡയറക്റ്റ് എങ്ങോട്ടാ? അപ്പോൾ വേജസ് ഇൻക്വയറിയും എൻട്രി തരുന്നു. അവിടെ എഴുതണ്ട. എന്താ? വേജ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ടു കോസ്റ്റ് ലെഡ്ജർ കൺട്രോൾ. വേജസിന്റെ ഡയറക്റ്റ് എവിടേക്ക് പോകും? വർക്കിംഗ് പ്രോഗ്രസ്. ഇൻഡയറക്റ്റ് എവിടേക്ക് പോകും? ഫാക്ടറി. അപ്പോൾ എൻട്രി എന്താ?
വേജ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ശ്രദ്ധിക്കുക. വർക്ക് ഇൻ പ്രോഗ്രസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് അറ്റ് ഫാക്ടറി ഓവർഹെഡ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ടു വേജ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്. ഇൻക്വയറിന്ന് എൻട്രി ഒന്നും അസംഷൻ വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? എന്താ നോക്കിയപ്പോൾ മനസ്സിലായി. മുൻകാലങ്ങളിൽ ചോദിച്ചപ്പോൾ ഒരു ആൻസർ കീ ചെയ്താൽ മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. മനസ്സിലായ? അടുത്തേതാ പറയുന്നത്? ഓവർഹെഡ് അബ്സോർബ്ഡ്. ഫാക്ടറി ഓവർഹെഡ് എവിടേക്കാ അബ്സോർബ് ചെയ്യാം? പിക്ചർ നോക്കൂ. ഫാക്ടറി ഓവർഹെഡ് എവിടേക്കാ? വർക്ക് ഇൻ പ്രോഗ്രസ്. ഓഫീസ് എവിടേക്കാ? ഫിനിഷ്ഡ് ഗുഡ്സ്. സെല്ലിംഗ് എവിടേക്കാ? കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ടു പറയും പ്രൊഡക്ഷൻ ഓവർഹെഡ്. ഫിനിഷ്ഡ് ഗുഡ്സ് അക്കൗണ്ട് ടു ഓഫീസ് ഓവർഹെഡ്. സെല്ലിംഗ് കോസ്റ്റ് ഓഫ് സെയിൽസ് അക്കൗണ്ട് ടു സെല്ലിംഗ് ഓവർഹെഡ്. ഒക്കെ കൂടെ ഒരുമിച്ച് ഒറ്റ എൻട്രി എഴുതാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറയും? വർക്ക് ഇൻ പ്രോഗ്രസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് അറ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് അറ്റ് കോസ്റ്റ് ഓഫ് സെയിൽസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ടു ഫാക്ടറി ടു അഡ്മിനിസ്ട്രേഷൻ ടു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത സാധനം ഏതാണ്? അണ്ടർ ഓവർ അബ്സോർപ്ഷൻ. ക്ലിയർ? ഓക്കെ അല്ലേ? അണ്ടർ അബ്സോർപ്ഷൻ ഓവർ അബ്സോർപ്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ ചെയ്യാറുള്ള ഒരു പരിപാടി ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഇത് അക്കൗണ്ട് വരയ്ക്കും. ഫാക്ടറി ഓവർഹെഡ് അക്കൗണ്ട് വരയ്ക്കും. എന്നിട്ട് 2 ഏതാണ്? ഇവിടെ ഓവർ അബ്സോർപ്ഷൻ അല്ലേ? അപ്പോൾ 2 കോസ്റ്റ് ലെഡ്ജർ കൺട്രോൾ ഒരു 50,000 ബൈ ഏതാണ്? വർക്ക് ഇൻ പ്രോഗ്രസ്. ഇതെല്ലാം അബ്സോർബ് ചെയ്യണത് എത്ര വരണം? വർക്ക് ഇൻ പ്രോഗ്രസ് ഇവിടുത്തെ സിറ്റുവേഷനിൽ പറയാൻ പറ്റും. ഓവർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഇത്ര വരണം? 80,000 വരണം. അല്ലടാ, ആക്ച്വലി വന്നത് എത്രയും 50,000, അബ്സോർബ് ചെയ്തത് എത്രയും 80,000. അപ്പോൾ ഓവർ അബ്സോർപ്ഷൻ എത്രയാണ്? 30,000 അല്ലേ? ഇതെങ്ങോട്ടാ പോവാ? ടു കോസ്റ്റിംഗ് P&L. അപ്പോൾ എൻട്രി കിട്ടി. എന്താ എൻട്രി? ഫാക്ടറി ഓവർഹെഡ് അക്കൗണ്ട് ടു കോസ്റ്റിംഗ് P&L. എന്താ ഓവർ അല്ലേ? എന്തുകൊണ്ടായി? 30,000 ഓവറാണ്. 30,000 ഇവിടെ ഉണ്ട് ഇതാക്കില്ല. രണ്ടാമത്തെ ഇരിക്കുന്നുള്ളൂ. 30,000 ഓവറാണ്. അപ്പോൾ ഫാക്ടറി ഓവർ ടു കോസ്റ്റ് ലെഡ്ജർ കൺട്രോൾ. ശരിയല്ലടാ? ഓക്കെ. ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ എന്തെങ്കിലും സമ്മതം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് കൊണ്ടിട്ടാ. ഫാക്ടറി ഓവറുടെ ആദ്യം തന്നെ രണ്ടാമത് എഴുതാം, രണ്ടാമത് തന്നെ ആദ്യം എഴുതാം. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്താണ്? അണ്ടർ റിക്കവേർഡ് ആണ്. അപ്പോൾ നേരെ ഉൾട്ട എൻട്രി എന്താ? കോസ്റ്റിംഗ് P&L അക്കൗണ്ട് ടു അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അടിപൊളിയല്ലേ? സർവീസ് കോസ്റ്റ് ഇത് എന്ത് മതിയാ? പോരെ?